വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സംസ്ഥാനത്തിന് കൂടുതൽ വാക്സിൻ ലഭ്യമാക്കുമെന്നും അവലോകന യോഗത്തിൽ അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തിലെ ആരോഗ്യ സംവിധാനം മികച്ചതാണെന്നും നെഗറ്റീവ് വാക്സിൻ വേസ്റ്റേജിലൂടെ കേരളം മാതൃക കാട്ടിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് നിയന്ത്രണങ്ങൾ കൈവിട്ടു പോകാതെ ശ്രദ്ധിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അറിയിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തെ മന്ത്രി അഭിനന്ദിക്കുന്ന സാഹചര്യം, മികച്ചതാണ് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നു. കൂടുതൽ വാക്സിൻ കേരളത്തിന് ഉടൻ ലഭ്യമാക്കുമെന്ന് ഉറപ്പു നൽകുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? അവലോകന യോഗത്തിന്റെ വിശദാംശങ്ങളും. പ്രധാനമായി കേരളം ആവശ്യപ്പെട്ടത് വാക്സിൻ വേഗത്തിൽ ലഭ്യമാക്കണമെന്നുള്ളതായിരുന്നു. ഈ 2 മാസത്തേക്ക് 1,11,00,000 ഡോസ് വാക്സിൻ വേണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. നിലവിൽ കേന്ദ്രം ഒരു ദിവസം 1 കോടി വാക്സിൻ എന്ന നിലയിൽ ഉൽപാദനം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളം ആവശ്യപ്പെടുന്ന അത്രയും വാക്സിൻ കൃത്യമായി എത്തിക്കാമെന്നുള്ള ഉറപ്പ് കേന്ദ്ര ആരോഗ്യമന്ത്രി നൽകി. ഇതുകൂടാതെ കേരളത്തിന്റെ പ്രതിരോധ മാതൃക അത് മികച്ചതാണ് എന്നുള്ള അഭിപ്രായം കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായി. പ്രത്യേകിച്ച് മരണനിരക്ക് കുറച്ചു നിർത്താൻ കേരളത്തിനായി. കൂടാതെ വാക്സിനേഷൻ വേഗത്തിലാക്കാൻ കഴിഞ്ഞു. 0 വേസ്റ്റേജും വാക്സിനേഷന്റെ കാര്യത്തിൽ നടപ്പാക്കി. വിവിധ പ്രായപരിധികളിൽ വാക്സിനേഷൻ നടത്തിയതിൽ രാജ്യശരാശരിയേക്കാൾ മികച്ച നിലയിലാണ് കേരളമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. കൂടാതെ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയും ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. കേരളത്തിലെ വാക്സിനേഷനിൽ കേരളം രാജ്യശരാശരിയേക്കാൾ മുന്നിലാണെന്നും കേരളത്തിലെ കോവിഡ് മരണനിരക്ക് കുറച്ചു നിർത്തിയതും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറിയും പറഞ്ഞു. കൂടാതെ ഓണക്കാലം അത് നിർണായകമാണ്. ഓണക്കാലത്ത് നിയന്ത്രണങ്ങൾ വിട്ടുപോകാതെ നോക്കണമെന്നും കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ കേരളത്തിൽ 2ാം തരംഗം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താമസിച്ചാണ് തുടങ്ങിയത്. അതുകൂടാതെ സീറോ സർവൈലൻസ് പഠനപ്രകാരം തന്നെ കേരളത്തിൽ ഇത്തരത്തിൽ പ്രതിരോധ ശേഷി കൈവരിച്ച്, അതായത് ഒന്നുകിൽ വാക്സിനേഷനിലൂടെയോ അല്ലെങ്കിൽ രോഗം വന്ന് ഭേദമായവരിലൂടെയോ പ്രതിരോധ ശേഷി കൈവരിച്ചവർ 50% താഴെയാണ്. രാജ്യശരാശരി 60%-ലും മുകളിലാണ്. അതുകൊണ്ടാണ് കൂടുതൽ പേർക്ക് ഇപ്പോഴും രോഗം വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി കുറയും എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായത്. ശരി, ഉമേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചു. സൂചിക്ഷാമത്തെ തുടർന്ന് കൊച്ചി കോർപ്പറേഷനിൽ കോവിഡ് വാക്സിൻ വിതരണം മുടങ്ങി. ആവശ്യത്തിന് സൂചിയില്ലെന്ന വിവരം കോർപ്പറേഷൻ അധികൃതർ ആരോഗ്യവകുപ്പിനെ അറിയിക്കാൻ വൈകിയതാണ് വീഴ്ചയ്ക്ക് കാരണമെന്നാണ് ആരോപണം. ആവശ്യത്തിന് സൂചി സ്റ്റോക്ക് ഉണ്ടെന്ന് ആരോഗ്യവകുപ്പ് വിശദീകരിച്ചു. ഇന്ന് നടത്താനിരുന്ന സ്പെഷ്യൽ വാക്സിനേഷൻ ഡ്രൈവ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി. വ്യാപാരികൾ, ഓട്ടോ ഡ്രൈവർമാർ തുടങ്ങിയവർക്ക് വാക്സിൻ നൽകുന്നതിനായിരുന്നു കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പ്രത്യേക വാക്സിൻ ഡ്രൈവ് തീരുമാനിച്ചത്. ഇതനുസരിച്ച് നിരവധി ആളുകളെ വാക്സിൻ എടുക്കുന്നതിനായി സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് സൂചിയുടെ ലഭ്യതക്കുറവ് ചൂണ്ടിക്കാട്ടി മേയർ എം അനിൽകുമാർ കൗൺസിലർമാർക്ക് ഓഡിയോ സന്ദേശം അയച്ചത്. കേരളത്തിൽ മുഴുവൻ നീടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ വെറുതെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമ്പുകളെല്ലാം കുഴപ്പത്തിലാവും. സൂചി ലഭ്യതക്കുറവ് ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിച്ചിരുന്നുവെന്നാണ് മേയർ എം അനിൽകുമാർ നൽകുന്ന വിശദീകരണം. എന്നാൽ ആവശ്യത്തിന് സൂചി സ്റ്റോക്ക് ഉണ്ടെന്നും ലഭ്യതക്കുറവ് ആരും അറിയിച്ചിരുന്നില്ലെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ഇനി മുതൽ വാക്സിനൊപ്പം സൂചി നൽകുമെന്നും നോഡൽ ഓഫീസർ ഡോക്ടർ ശിവദാസ് അറിയിച്ചു. വാക്സിൻ വിതരണം മുടങ്ങാൻ കാരണം കോർപ്പറേഷന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇപ്പോൾ തന്നെ TPR റേറ്റ് 15 ആയി കഴിഞ്ഞു. അപ്പോൾ ഈ അവസരത്തിൽ വാക്സിനേഷൻ കൊടുക്കാതെ പോയാൽ ഈ നഗരത്തിന്റെ പോക്ക് എങ്ങാടായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും വയ്യാത്ത ഒരു സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ വാക്സിൻ ഡ്രൈവ് മറ്റൊരു ദിവസം നടത്തുമെന്ന് മേയർ എം അനിൽകുമാർ അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണ് എന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പെഗസസ് ഫോൺ ചോർത്തലിൽ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ സുപ്രീം കോടതിക്ക് അതൃപ്തി. ഫോൺ ചോർത്തൽ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞു നൽകിയ സത്യവാങ്മൂലത്തിൽ വിഷയം പരിശോധിക്കാൻ വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത്. എന്നാൽ പെഗസസ് വാങ്ങിയോ എന്ന് ചോദിച്ച കോടതി അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിയുമോ എന്നും സോളിസിറ്റർ ജനറലിനോട് ചോദിച്ചു. ഹർജികളിൽ നാളെ വീണ്ടും വാദം തുടരും. ഫോൺ ചോർത്തലിൽ ആരോപണങ്ങൾ നിഷേധിച്ചാണ് IT മന്ത്രാലയം 2 പേജുള്ള സത്യവാങ്മൂലം നൽകിയത്. ഹർജികൾ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലെന്ന് വിശദീകരിച്ച കേന്ദ്ര സർക്കാർ പെഗസസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ആരെയും നിരീക്ഷിച്ചിട്ടില്ലെന്ന് അവകാശപ്പെട്ടു. വിദഗ്ധ സമിതി രൂപീകരിക്കുമെന്നും ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട എല്ലാ വശവും സമിതി പരിശോധിക്കുമെന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഇതിനു പുറമെ
പാർലമെന്റിൽ IT മന്ത്രി നടത്തിയ പ്രസ്താവനയുടെ പകർപ്പും കോടതിക്ക് കൈമാറി. എന്നാൽ സമിതി രൂപീകരിക്കുന്നതിൽ വലിയ എതിർപ്പ് ഹർജിക്കാർ ഉന്നയിച്ചു. പെഗസസ് ചാര സോഫ്റ്റ്വെയർ വാങ്ങിയോ എന്നതിൽ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ലെന്ന് അഭിഭാഷകനായ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. പെഗസസ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ സമിതിയുടെ ആവശ്യമില്ലെന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സമിതിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്നും സിബൽ ചോദിച്ചു. ഇതിനു പുറമെ സത്യവാങ്മൂലത്തിലും സമിതിയുടെ കാര്യത്തിലും സുപ്രീം കോടതിയും സംശയങ്ങൾ ഉന്നയിച്ചു. ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ ഇല്ലയോ എന്നത് വിദഗ്ധർക്ക് പരിശോധിക്കാം. ഇതിനുള്ള അനുവാദം ആര് നൽകി തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്നും ഇക്കാര്യങ്ങൾ ആര് പരിശോധിക്കുമെന്നും ചീഫ് ജസ്റ്റിസ് ചോദ്യം ഉന്നയിച്ചു. പെഗസസ് വാങ്ങിയോ എന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്നും എന്തുകൊണ്ടാണ് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാത്തതെന്നും ചോദിച്ച കോടതി പറയാനുള്ളത് മുഴുവൻ സത്യവാങ്മൂലത്തിൽ വിശദമാക്കാനും നിർദ്ദേശിച്ചു. അധിക സത്യവാങ്മൂലം സമർപ്പിക്കാൻ കഴിയുമോ എന്ന് നാളെ അറിയിക്കാനും സോളിസിറ്റർ ജനറലിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഹരിതയ്ക്ക് മുസ്ലിം ലീഗ് നേതാക്കളുടെ അന്ത്യശാസനം. വനിതാ കമ്മീഷന് നൽകിയ പരാതി 24 മണിക്കൂറിനുള്ളിൽ പിൻവലിക്കണം, അല്ലെങ്കിൽ കടുത്ത തീരുമാനമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ഹരിത പാർട്ടിയെ ഗൺ പോയിന്റിൽ നിർത്തിയെന്ന PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. MSF യോഗത്തിൽ അധിക്ഷേപത്തിനിരയായ ആഷിക ഖാനത്തിന്റെ അച്ഛൻ ലീഗിൽ നിന്നും രാജിവെച്ചു. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് കോഴിക്കോട് നിന്നും ചേർന്നു. ഷഹീദ്, ലീഗ് അന്ത്യശാസനം നൽകിയിരിക്കുന്ന സാഹചര്യം എന്താണ്? മറ്റു വിവരങ്ങൾ? ഹരിത ഇപ്പോഴും പരാതിയിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. രഞ്ജിനി, തീർച്ചയായും MSF നേതാക്കൾക്കെതിരെ ഹരിത വനിതാ കമ്മീഷന് പരാതി നൽകി 5 ദിവസം പിന്നിട്ടു. പക്ഷേ പരാതി പിൻവലിക്കാൻ ഹരിത നേതാക്കൾ തയ്യാറായിട്ട് ലീഗ് നേതൃത്വം കടുത്ത സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ പാണക്കാട്ടേക്ക് ഹരിത നേതാക്കളായ മുഫീദ തസ്നിയെയും നജ്മ തബ്ഷറയെയും വിളിപ്പിച്ചത്. PK കുഞ്ഞാലിക്കുട്ടി, സ്വാദിഖ് അലി തങ്ങൾ, അബ്ദുറഹ്മാൻ രണ്ടത്താണി, MSF നേതാവ് TP അഷ്റഫ് അലി, ഇവരാണ് ഹരിത നേതാക്കളുമായി സംസാരിച്ചത്. പരാതി അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. പക്ഷെ അവർ തയ്യാറായില്ല. അപ്പോഴാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയാണ് ഹരിത നേതാക്കളെന്നും പാർട്ടിയെ ഗൺ പോയിന്റിൽ ആണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നതെന്നുള്ള പരാമർശം PK കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കടുത്ത സമ്മർദ്ദമുണ്ടായെങ്കിലും ഹരിത നേതാക്കൾ പരാതി പിൻവലിക്കാൻ തയ്യാറായില്ല. MSF നേതാവിനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചുനിന്നു. അങ്ങനെ എടുക്കാനാവില്ല എന്ന നിലപാടിൽ സ്വാദിഖ് അലി തങ്ങൾക്കൊപ്പം PK കുഞ്ഞാലിക്കുട്ടിയും നിലയുറപ്പിച്ചു. അപ്പോഴാണ് 2 ദിവസത്തേക്കെങ്കിലും സസ്പെൻഷനെങ്കിലും വേണമെന്നും അങ്ങനെ കൂടി ചെയ്തില്ലെങ്കിൽ പെൺകുട്ടികൾ ഹരിത നേതാക്കൾ ഉയർത്തിയ പരാതിക്ക് ഇടമില്ലാത്ത അവസ്ഥ ഉണ്ടാകുമെന്നും വനിതാ നേതാക്കളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടുമെന്ന പരാമർശം അവർ നടത്തി. പക്ഷെ ഒരിക്കലും അവർ ആ പരാതി പിൻവലിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് പോയി. അപ്പോഴാണ് നേതാക്കൾ 24 മണിക്കൂർ സമയം തരികയാണെന്നും ഇതിനകം പരാതി പിൻവലിക്കണമെന്നും അവരോട് ആവശ്യപ്പെട്ടത്. പക്ഷെ അവർ തങ്ങളുടെ നിലപാടിൽ ഹരിത നേതാക്കൾ ഉറച്ചു നിൽക്കുകയാണ്. ഇത് വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊപ്പമാണ് രാവിലെ നമ്മൾ വാർത്ത നൽകിയിരുന്നു ആഷിക ഖാനത്തിനെതിരെ MSF യോഗത്തിലുണ്ടായ പരാമർശം. ഈ ആഷിക ഖാനയുടെ പിതാവ് ബഷീർ എടയൂർ ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറിയാണ്. ആ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും അദ്ദേഹം രാജിവെക്കുകയാണെന്ന് ഫേസ്ബുക്കിൽ ഇപ്പോൾ കുറിച്ചിരിക്കുന്നു. പാർട്ടി നേതാക്കന്മാർ കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് നൽകിയത്. കോവിഡ് പ്രതിരോധത്തിന് സഞ്ജീവനി ക്യാമ്പയിൻ. രാജസ്ഥാനിൽ വാക്സിനേഷൻ ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ വലിയ ചോദ്യങ്ങളാണ് ജനങ്ങൾക്കിടയിൽ ഉയർന്നത്. സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യുന്നതായിരുന്നു അവയിൽ പലതും. 2ാം തരംഗം വ്യാപനം ശക്തമായപ്പോൾ ജനങ്ങൾ വാക്സിനേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കി. ഇതോടെ ആദ്യമെല്ലാം ഒഴിഞ്ഞുകിടന്ന വാക്സിനേഷൻ ക്യാമ്പുകളിൽ ഇപ്പോൾ തിരക്കൊഴിഞ്ഞ നേരമില്ല എന്ന സ്ഥിതിയായി. വാക്സിനേഷൻ ഡ്രൈവിന് തുടക്കമായപ്പോൾ രാജ്യത്ത് പലയിടത്തും ജനങ്ങൾ അനുകൂലമായ മനോഭാവം കാട്ടിയിരുന്നില്ല. കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ജനങ്ങൾ മുൻവിധികൾ ഇല്ലാതെ ക്യാമ്പുകളിൽ എത്തിയത്. മറ്റിടങ്ങളിൽ വാക്സിനേഷനെക്കുറിച്ച് പ്രചരിച്ചത് പല തെറ്റിദ്ധാരണകളും കുപ്രചാരണങ്ങളും ആയിരുന്നു. ഈ സാഹചര്യം വളരെ രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു രാജസ്ഥാൻ. എന്നാൽ കോവിഡ് 2ാം തരംഗത്തിൽ രോഗവ്യാപനം കൂടിയതോടെ ജനങ്ങൾ വാക്സിനേഷൻ അതിപ്രധാനമാണെന്ന് മനസ്സിലാക്കി തുടങ്ങി. सरकारी अस्पतालों के अंदर बहुत ही अच्छे व्यवस्थित तरीके से वैक्सीनेशन हो रही है और व्यक्ति जब आता है उसको बहुत देर वेट नहीं करनी पड़ती है. आता है, उसकी रजिस्ट्रेशन कर लेते हैं हम तुरंत ही वैक्सीन लगा देते हैं. സർക്കാരിനെ സംശയക്കണ്ണോടെ കണ്ടിരുന്ന ജനങ്ങൾ പിന്നീട് മനോഭാവം മാറ്റി. അവർ വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറായി. ഇതിനിടയിൽ സ്വകാര്യ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ വന്നെങ്കിലും ജനങ്ങൾ സർക്കാർ കേന്ദ്രങ്ങൾക്ക് പരിഗണന നൽകി. രാജസ്ഥാനിൽ 98% വാക്സിനേഷൻ നടത്തിയത് സർക്കാർ കേന്ദ്രങ്ങളിലൂടെയായിരുന്നു.
जो हमें टारगेट जो दिया है उसके हिसाब से 36 लाख के आसपास हम 36 लाख हम तो वैक्सीनेशन कर चुके हैं जयपुर के अंदर, जो कि लगभग 58-57 जो टारगेट पॉपुलेशन है उसको हम कवर कर चुके हैं. 100ഓളം സ്വകാര്യ വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് സംസ്ഥാന തലസ്ഥാനമായ ജയ്പൂരിൽ മാത്രം പ്രവർത്തിച്ചത്. ജനങ്ങൾ എത്താതായതോടെ പലതും പ്രവർത്തനം നിർത്തി. ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ ഉള്ളത് 45 എണ്ണം മാത്രം. സർക്കാർ കേന്ദ്രങ്ങളിൽ വാക്സിനേഷൻ സൗജന്യമാണ് എന്നത് തന്നെയാണ് ജനങ്ങളെ ഇവിടങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നത്. തുടക്കത്തിലെ പ്രതിസന്ധി നീങ്ങി ജനങ്ങൾ വാക്സിൻ സ്വീകരിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് രാജസ്ഥാനിലെ ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ. ന്യൂസ് 18 ജയ്പൂർ. പ്രമുഖ ഫുഡ് ബ്രാൻഡായ നിറപറയുടെ പുതിയ ഓണപ്പരസ്യ ചിത്രം റിലീസായി. ഗായകൻ ശങ്കർ മഹാദേവൻ ആലപിക്കുന്ന ഗാനം രചിച്ചിരിക്കുന്നത് ജിസ്ജോ ആണ്. ദീപാങ്കുരൻ ഹൈദപ്പുറത്തിന്റേതാണ് സംഗീതം. ഇർഷാദ്, അലൻസിയർ കൃഷ്ണശങ്കർ, ദീപക് പറമ്പോൾ, ലക്ഷ്മി നായർ, ദിവ്യ പിള്ള, തൻവീറാം, അനാർക്കലി നാസർ തുടങ്ങിയവർ അഭിനയിച്ചു. നാട്ടിൽ വീട്ടിൽ ആഘോഷത്തിന് നിറപറയുണ്ടേ, 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 ചൂട് പറക്കും ബിരിയാണിക്കും നിറപറയുണ്ടേ. പള്ളി പെരുന്നാൾ കൊടിയേറ്റങ്ങൾ ചങ്കിൻ ചങ്കാം ചങ്ങാതിയുമായി ഒത്തിരി സ്നേഹം വച്ചു വിളമ്പും നിറപറയുണ്ടേ, 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 നിറമനസുകളുടെ മനസ്സ് നിറയാൻ നിറപറയുണ്ടേ. നിറപറ, സ്നേഹത്തിന്റെ സംസ്കാരം. കഴിഞ്ഞ വർഷം ന്യൂസ് 18 ബൈജൂസും ചേർന്ന് നടത്തിയ യങ് ജീനിയസ് പരിപാടി നിരവധി പ്രതിഭകളെയാണ് ലോകത്തിന് മുൻപിൽ അവതരിപ്പിച്ചത്. ന്യൂസ് 18 ഒരുക്കിയ വേദിയിലെത്തിയ കുട്ടികളെ രാജ്യമാകെ അഭിമാനപൂർവ്വം പ്രശംസിച്ചു. ഗണിതം, സംഗീതം, കലാകായിക രംഗങ്ങളിൽ നിന്നും ഉള്ളവരായിരുന്നു ഈ കുട്ടി പ്രതിഭകൾ. ഈ വർഷം അതേ വേദി വീണ്ടും ഒരുങ്ങുകയാണ്. വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള കുട്ടികളെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ യങ് ജീനിയസിലേക്ക് രജിസ്റ്റർ ചെയ്യുക. news18.com/younggenius എന്ന വെബ്സൈറ്റിലോ ബൈജൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് യങ് ജീനിയസ് സെക്ഷനിലോ എൻട്രികൾ സമർപ്പിക്കാം. ആറ്റിങ്ങലിൽ മത്സ്യത്തൊഴിലാളിയെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ നഗരസഭാ ജീവനക്കാർക്കെതിരെ നടപടി. 2 ജീവനക്കാരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തി. PG സജിത്താണ് ചേരുന്നത്. സജിത്ത്, സംഭവത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നു, അതിന്റെ വിവരങ്ങൾ. വലിയ വിവാദമായ സംഭവമാണ്. ഈ സംഭവത്തിലാണ് നഗരസഭയിലെ 2 ജീവനക്കാർക്കെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇവരോട് വിശദീകരണം ആവശ്യപ്പെട്ട് ജോലിയിൽ നിന്ന് മാറി നിൽക്കാനാണ് ഇപ്പോൾ നഗരസഭ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുബാറക്ക്, ശുചീകരണ തൊഴിലാളി ഷിബു എന്നിവർക്കെതിരെയാണ് നഗരസഭ ഭരണസമിതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ മത്സ്യത്തൊഴിലാളിയെ തടയുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു. ആ മേഖലയിൽ ഇപ്പോഴും മത്സ്യത്തൊഴിലാളി മേഖലയിൽ വലിയ പ്രതിഷേധങ്ങളും തുടരുകയും ചെയ്യുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നടപടി ഇരിക്കുന്നത്. 2 ജീവനക്കാരോടും അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് മാറി നിൽക്കാനാണ് ഇപ്പോൾ നഗരസഭ ആവശ്യപ്പെട്ടത്. ശരി. നവദമ്പതികൾ സഞ്ചരിച്ച ബൈക്കിൽ മയിൽ പറന്നു വന്നിടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഭർത്താവ് മരിച്ചു. പുനിയൂർക്കുളം പീടികപ്പറമ്പിൽ പ്രമോസാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ വീണയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. മയിലിടിച്ചതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. മയിലിനെ വനംവകുപ്പ് ജീവനക്കാർ ഏറ്റെടുത്തു. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com.